ഒരു മന്ത്രിക്ക് കണക്ക് തെറ്റുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹത്തിന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് തന്നെ ഈ അടുത്തായി മുഴുവൻ കണക്കും തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കണക്ക് തെറ്റിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. പക്ഷേ കള്ളക്കണക്കുണ്ടാക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ യഥാർത്ഥ കണക്ക് പഠിപ്പിക്കുമെന്ന് തന്നെയാണ് ശിവൻകുട്ടി മന്ത്രിയെ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നത്. ഏതായാലും ഒരു കാര്യത്തിൽ സമാധാനമുണ്ട്. ശിവൻകുട്ടിക്ക് കണക്ക് തെറ്റിയെങ്കിലും മലപ്പുറത്തെ SFIക്കാർക്ക് കണക്ക് തെറ്റിയിട്ടില്ല. അവർ ശരിക്കുമുള്ള മാഷി തന്നെയാണ് പഠിപ്പിച്ചത്. അതുകൊണ്ട് അവർ സമരത്തിലുണ്ട്. SFIക്കാർ സമരം ചെയ്തതിനെ കുറിച്ച് ശിവൻകുട്ടി പറഞ്ഞത് അവർക്ക് സമരം ചെയ്യാൻ പൂതി കൊണ്ട് സമരം ചെയ്തതാണ്. ഇങ്ങനെയുണ്ടോ ഒരു സംഘടന അപമാനിക്കാൻ പാടുള്ളത്? ഇതിന് VP സാനുവിന് മറുപടി പറയാൻ പറ്റില്ല എന്നറിഞ്ഞുകൊണ്ട് സാനുവിന് വേണ്ടി ഞാൻ മറുപടി പറയുകയാണ്. SFI പോലെയുള്ള ഒരു വിദ്യാർത്ഥി സംഘടനയെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ഇങ്ങനെ അപമാനിച്ചത് ശരിയല്ല. അത് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ശിവൻകുട്ടി ആഗ്രഹിക്കുക. ഇക്കാര്യത്തിൽ ഞങ്ങളൊക്കെ ഒരുമിച്ച VP സാനുവും ജംഷീർ അബൂബക്കറൊക്കെ ഒരുമിച്ച് നിന്ന് നയിക്കുന്ന സമരമാണിത്. ഇത് മലബാറിലെ ജനതയുടെ സമരമാണ്. ആ സമരത്തിൽ നിന്ന് ആരും മാറി നിന്നോ ആ മാറി നിൽക്കുന്നവരെ മലബാറിലെ ജനത ഒറ്റുകാരെന്ന് വിളിക്കുമെന്ന് ഭയമുള്ളത് കൊണ്ടാണ് അവർ ഈ സമരത്തിൽ അണിനിരക്കുന്നത്. ബുദ്ധിയും ബോധമുള്ള രാഷ്ട്രീയക്കാർ അങ്ങനെ ചെയ്യേണ്ടത്. ഒരു ജനതയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി അവരുടെ അവകാശത്തോടൊപ്പം ചേർന്ന് നിന്നില്ലെങ്കിൽ ആ ജനത ഇപ്പൊ തന്ന പ്രഹരമൊന്നുമല്ല, പൊന്നാനിയിലും മലപ്പുറത്തും കിട്ടിയതിനേക്കാൾ വലുത് വരാനിരിക്കുന്നുണ്ട് എന്ന് CPM-നെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ഈ സന്ദർഭം. അതുകൊണ്ടാ ചിലരിപ്പം മിണ്ടാതിരിക്കുന്നത്. റിട്ടേണിറ്റി ഒരു പോസ്റ്റ് ഇട്ടാൽ പിറ്റേന്ന് 2 പോസ്റ്റ് ഇടുന്ന ചില ആളുകൾ 1.5 മാസമായിട്ട് പോസ്റ്റ് ഇടാത്തതിന്റെ കാരണം അവർക്കും ബുദ്ധി ഉദിച്ചു എന്നാണ്. അവർക്കും വെളിച്ചമുണ്ടായിരിക്കുന്നു. തെരഞ്ഞെടുപ്പിലേക്ക് വളരെ കുറച്ചു ദൂരമേയുള്ളൂ. വെറുതെ ജനങ്ങളെ പ്രകോപിപ്പിച്ച് വലുത് ചോദിച്ചു വാങ്ങരുതെന്ന തിരിച്ചറിവുണ്ട്. ആ തിരിച്ചറിവിൽ നിന്ന് കേരളത്തിലെ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. പ്രിയമുള്ളവരെ, നമ്മുടെ മുമ്പിൽ കണക്കുകളുണ്ട്. മലബാറിലെ ഈ മലപ്പുറത്ത് 82,446 അപേക്ഷകളാണ് +1 സീറ്റിന് വേണ്ടിയുള്ളത്. അതിനുണ്ട് ഇന്നലെ ഒരു മന്ത്രി പറയുന്നു ഈ അപേക്ഷ വന്നതിന്റെ കാരണം മലപ്പുറത്തെ കുട്ടികൾ 2 തവണ അപേക്ഷിക്കുന്നു. ഓന് കണക്കറിയില്ല. എടാ, ഇവിടെ ഏകജാലകം എന്ന് പറയുന്ന ഒരു സംവിധാനം നടപ്പാക്കി എന്ന വിവരം പോലും അറിയാത്തവരെ ഈ ജാതി മന്ത്രിസഭയിൽ വിളിച്ചിരുത്തുന്ന പിണറായി വിജയനാണ്. എന്തൊരു നാണക്കേടാണത്. ഏകജാലകത്തിൽ ഒരു അപേക്ഷയുള്ളൂ, ഓപ്ഷനാണ് കൂടുതൽ. 2 സ്കൂളിലേക്ക് അപേക്ഷിച്ചാൽ 2 അപേക്ഷ വരുത്തില്ല എന്ന് മന്ത്രി V. അബ്ദുറഹിമാനെ എവിടെയെങ്കിലും ഒരു പാഠശാല അദ്ദേഹത്തിന് ഒരുക്കി കൊടുക്കണം. ഈ ഏകജാലകം എന്താണെന്ന് മന്ത്രി അബ്ദുറഹിമാനെ പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഇതെല്ലാം കൂടി ഞങ്ങളിതെങ്ങനെ ഏറ്റെടുക്കുക? നിങ്ങളെല്ലാം കണക്ക് പഠിപ്പിക്കുക, ഏകജാലകം പഠിപ്പിക്കുക, വിദ്യാഭ്യാസം പഠിപ്പിക്കുക. ഇത്ര വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനും മാത്രം ഞങ്ങൾക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് അക്കാര്യം കൂടി CPM ഏറ്റെടുക്കണം. ഏകജാലകം എന്താണെന്ന് പഠിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ഞാൻ ഈ സന്ദർഭത്തിൽ VP സാനുവിനെ ഏൽപ്പിക്കുകയാണ്. SFIയുടെ ദേശീയ പ്രസിഡന്റ് അദ്ദേഹം വിളിച്ചിരുത്തി ക്ലാസ് കൊടുക്കണം. 2 അപേക്ഷയൊന്നും ആയിട്ടല്ല വരുന്നത്, ഒറ്റ അപേക്ഷയായിട്ടാണ്. അതുകൊണ്ടാണ് ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിന്റെ വെബ്സൈറ്റിൽ ഇതൊരു അപേക്ഷയാണ്, ഓപ്ഷനുകളാണ് വ്യത്യാസമായി വരുന്നത്. അങ്ങനെ അപേക്ഷിച്ച കുട്ടികൾ അതിൽ ഇതിനകം പ്രവേശനം നേടിയത് 45,152. കണക്കറിയുന്നവർക്ക് മനസ്സിലാവുമല്ലോ. 82,446 45,000 പേർക്ക് അപേക്ഷ കിട്ടിയാൽ അതിൽ മെറിറ്റിന് അപേക്ഷ നേടിയ ആളുകൾ. ഇനി മെറിറ്റ് സീറ്റിൽ അവശേഷിക്കുന്നത് ഡയറക്ടറേറ്റിന്റെ വെബ്സൈറ്റിൽ 4,928 മലപ്പുറത്ത് ബാക്കിയുള്ളത്. എന്നാൽ പുറത്തു നിൽക്കുന്ന കുട്ടികൾ, ഈ പരിഗണനയിൽ വരാതെ പുറത്തു നിൽക്കുന്ന കുട്ടികളുടെ എണ്ണം വളരെ നമ്പറാണ്, ഉയർന്ന നമ്പറാണ് നമുക്കറിയാം. ഇനി കമ്മ്യൂണിറ്റി മാനേജ്മെന്റ് കോട്ട, ഇതൊക്കെയാണ് ഇന്നലെ ശിവൻകുട്ടി പറഞ്ഞത്. ആ കോട്ടയിലുള്ളത് 8,850 സീറ്റാണ്. അതിൽ തന്നെ 4,862 സീറ്റിൽ ഇതിനകം അഡ്മിഷൻ കഴിഞ്ഞു. കമ്മ്യൂണിറ്റി മാനേജ്മെന്റ് കോട്ടയിൽ ഇനി ബാക്കിയുള്ളത് 3,988 സീറ്റ്. കമ്മ്യൂണിറ്റി കോട്ട, മാനേജ്മെന്റ് കോട്ട, മെറിറ്റിൽ ബാക്കിയുള്ള കോട്ട, ഇത് 3ഉം കൂടി എടുത്താൽ 8,916 സീറ്റാണ് കേരളത്തിൽ മലപ്പുറത്ത് ബാക്കിയുള്ളത്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാലും മലപ്പുറത്ത് 23,516 കുട്ടികൾക്ക് മെറിറ്റിൽ സീറ്റില്ല എന്ന കണക്ക് പറയുന്നത് ഫ്രറ്റേണിറ്റിയുടെ വെൽഫെയർ പാർട്ടിയുടെ വെബ്സൈറ്റ് അല്ല, ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റിന്റെ വെബ്സൈറ്റിലാണ് അത് പറയുന്നത്.